Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Find an analytic function whose real part is u is equal to sin x cos hy. u നമുക്ക് തന്നിട്ടുണ്ട്. റിയൽ പാർട്ട് sin x cos hy. നമുക്ക് അനാലിറ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ഇത് ഡിസംബർ 2020 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് QTU നമ്മളോട് ചോദിച്ചതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? u ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാം. u ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാം. u ഹാർമോണിക് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ u എന്ന് പറയുന്നത് sin x cos hy ആണ്. ux കണ്ടുപിടിക്കുക. എന്താണ് ux? sin x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ cos x cos hy. x നെ ux നെ v നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ux എന്താണ്? നമുക്ക് കിട്ടുന്നത് മൈനസ് sin x cos hy. ഓക്കെ. ഇനി അതുപോലെ തന്നെ uy കണ്ടുപിടിക്കുക. എന്താണ് uy? uy എന്ന് പറയുമ്പോൾ sin x into cos hy നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് sin hy. cos hy ഡിഫറൻഷിയേഷൻ എന്താണ്? sin hy എന്നാണ്. ഈ y നെ uy നെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. uyy. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? sin x into sin hy ഡിഫറൻഷിയേഷൻ എന്താണ്? cos hy. ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. ഇക്വേഷൻ 1 ഉം ഇക്വേഷൻ 2 ഉം കൂടി കൂട്ടുക. അപ്പൊ uxx പ്ലസ് uyy നമുക്ക് എന്താ കിട്ടുന്നത്? മൈനസ് sin x cos hy പ്ലസ് sin x cos hy. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. നമുക്ക് ആൻസർ 0 എന്ന് കിട്ടും. Therefore u is harmonic. അപ്പോൾ നമ്മൾ u ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്യും. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? ഇതിന്റെ റിയൽ പാർട്ട് കണ്ടുപിടിക്കും. റിയൽ പാർട്ട് തന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് അനാലിറ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. റിയൽ പാർട്ട് നമുക്ക് u = sin x cos hy തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആ അനാലിറ്റിക് ഫംഗ്ഷൻ f of z കണ്ടുപിടിക്കണം. f of z കണ്ടുപിടിക്കണമെങ്കിൽ അത് ഇമേജിന്റെ പാർട്ടുകൾ കൂട്ടി കഴിഞ്ഞ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അനാലിറ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. v കണ്ടുപിടിക്കണം. v അടുത്ത പ്രൊസീജിയർ u നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. v കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ അനാലിറ്റിക് ഫംഗ്ഷൻ എന്താണെന്ന് പറയാൻ സാധിക്കും. അപ്പൊ അടുത്ത പ്രൊസീജിയർ ടു ഫൈൻഡ് v. ഇമേജിനറി പാർട്ട് കണ്ടുപിടിക്കുക. ഇമേജിനറി പാർട്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കോഷി റീമാൻ ഇക്വേഷൻ പറയുന്നത് എന്താണ്? രണ്ട് കോഷി റീമാൻ ഇക്വേഷൻ ഉണ്ട്. ഒന്നാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ ux = vy. രണ്ടാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ uy = -vx. ഇതാണ് രണ്ട് കോഷി റീമാൻ ഇക്വേഷൻസ്. ഒന്നാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ ഏതാണ്? ux = vy. രണ്ടാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ ഏതാണ്? uy = -vx. ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമുക്ക് v കണ്ടുപിടിക്കണം. v കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒന്നാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ എടുക്കുന്നു. അതായത് vy എന്ന് പറയുന്നത് എന്താണ്? ux ആണ്. ux നമ്മുടെ കയ്യിലുണ്ട്. ux എന്താണെന്ന് നോക്കിയേ. cos x vy = cos x cos hy എന്നാണ്. ux ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? cos x cos hy. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് v നെയാണ് കണ്ടുപിടിക്കേണ്ടത്. v നെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് നമുക്ക് ഇക്വേഷൻ 3 എന്ന് വിളിക്കാം. ഇക്വേഷൻ 3 നെ ഇന്റഗ്രേറ്റിംഗ് 3 വിത്ത് റെസ്പെക്ട് ടു y വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ vy നെ നമ്മൾ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? v എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ cos x തന്നെയാണ്. cos hy നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ cos hy യുടെ ഇന്റഗ്രേഷൻ എന്താണ്? sin hy എന്നാണ്. sin hy. നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ആരെയാണ് കോൺസ്റ്റന്റ് ആക്കിയത്? x നെയാണ് കോൺസ്റ്റന്റ് ആക്കിയത്. അപ്പൊ x ചേർത്ത് നമ്മളൊരു ആർബിട്രറി ഫംഗ്ഷൻ എഴുതണം. അതായിരിക്കും നമ്മുടെ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് phi of x. അപ്പൊ v യുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? cos x sin hy പ്ലസ് phi of x എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ phi of x കൂടി കിട്ടിക്കഴിഞ്ഞാലാണ് v കംപ്ലീറ്റഡ് ആവുള്ളൂ. ഇനി അടുത്ത പ്രൊസീജിയർ എന്താണ്? ടു ഫൈൻഡ് phi of x. phi of x കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഈ ഇക്വേഷൻ 4 എന്ന് എടുക്കാം. ഇക്വേഷൻ 4 നെ ഡിഫറൻഷിയേറ്റിംഗ് 4 വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് നമുക്ക് എന്ത് കിട്ടും? vx = റൈറ്റ് ഹാൻഡ് സൈഡിലെ cos x നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് sin x sin hy പ്ലസ് phi dash x.
ഇക്വേഷൻ 4-നെ നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി എന്നുള്ളത് വി എക്സ് ആവും, കോസ് എക്സ് എന്നുള്ളത് മൈനസ് സൈൻ എക്സ് ആവും, സൈൻ എച്ച് എങ്ങനെ എഴുതി പൈ ഓഫ് എക്സ് എന്നുള്ളത് പൈ ഡാഷ് എക്സ്. ഇനി രണ്ടാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ എടുക്കാം. രണ്ടാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ എന്താണ്? യു വൈ ഈസ് ഈക്വൽ ടു മൈനസ് വി എക്സ് എന്നാണ്. യു വൈ നമ്മുടെ കയ്യിലുണ്ട്. യു വൈ ആരാണ്? സൈൻ എക്സ് കോസ് സൈൻ എക്സ് സൈൻ എച്ച് വൈ എന്നാണ്. സൈൻ എക്സ് സൈൻ എച്ച് വൈ മൈനസ് വി എക്സ് എന്താണ്? മൈനസ് സൈൻ എക്സ് സൈൻ എച്ച് വൈ പ്ലസ് പൈ ഡാഷ് എക്സ് എന്നാണ്. ഇനി നോക്കാം, ഈ സൈൻ എക്സ് സൈൻ എച്ച് വൈയും സൈൻ എക്സ് സൈൻ എച്ച് വൈയും കട്ടായി കളയുന്നു. അപ്പൊ പൈ ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഇതിന് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പൈ ഓഫ് എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? സി എന്ന് കിട്ടി. പൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി. therefore നമ്മുടെ v എന്ന് പറയുന്നത് എന്താണ്? therefore v നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? v is equal to cos x sin hy plus ഈ phi of x ന് പകരം എന്ത് എഴുതാം? നമുക്ക് c എന്ന് എഴുതാം. അപ്പോൾ v യുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇമേജിനറി പാർട്ടും നമുക്ക് കിട്ടി. v is equal to cos x sin hy plus c എന്ന് കിട്ടി. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്മുടെ അനാലിറ്റിക് ഫംഗ്ഷൻ ആണ്. f of z ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ f of z കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മാർഗം എന്താണ്? f of z is equal to f of z is equal to u plus iv എന്നാണ്. u എന്ന് പറയുന്നത് എന്തായിരുന്നു? sin x cos hy ആണ് u പ്ലസ് i into v. ഇപ്പൊ നമുക്ക് കിട്ടിയത് എത്രയാണ് കിട്ടിയത്? cos x sin hy plus c എന്നാണ് കിട്ടിയത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? sin x cos hy എങ്ങനെ എഴുതാം? cos i y എന്ന് എഴുതാം. cos i y എന്ന് പറഞ്ഞാൽ എന്താണ്? cos hy ആണ്. cos hy എന്ന് പറഞ്ഞാൽ എന്താണ്? cos i y ആണ്. അപ്പൊ നമ്മള് ഇതിന്റെ കോംപ്ലക്സ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് cos hy എങ്ങനെ എഴുതുന്നു? cos i y എന്ന് എഴുതുന്നു പ്ലസ് i into ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ i cos x sin hy പ്ലസ് i c എന്ന് വരും. അപ്പോ sin x cos i y പ്ലസ് ഈ i sin hy ക്ക് പകരം എന്ത് എഴുതാം? cos x sin i y എന്ന് എഴുതാം പ്ലസ് i c. കണ്ടോ? ഇവിടെ i sin hy ക്ക് പകരം എന്താണ് ഫോർമുല? i sin hy എന്ന് പറഞ്ഞാൽ sin i y ആണ്. അപ്പൊ i sin hy ക്ക് പകരം എന്ത് എഴുതി? sin i y എഴുതി. ഇവിടെ i c എഴുതി. ഇത് നമുക്ക് എന്താ എഴുതാം? sin x cos y cos x sin y. ഏത് ഫോർമുലയാ? sin a cos b പ്ലസ് cos a sin b. ഫോർമുല എന്ത് വരും? sin a plus b x plus i y plus i c. That is sin x plus i y എന്ന് പറഞ്ഞാൽ എന്താണ്? x plus i y എന്ന് പറഞ്ഞാൽ z ആണ് പ്ലസ് i c. അപ്പൊ നമുക്ക് കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ത് കിട്ടി? sin f of z equal to sin z plus i c. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് റിയൽ പാർട്ടാണ് തന്നിരിക്കുന്നത്. റിയൽ പാർട്ട് u തന്നിട്ടുണ്ട് sin x cos hy. ആദ്യം നമ്മൾ u ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്തു. u xx plus u yy equal to 0 ആണെന്ന് പ്രൂവ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? രണ്ട് കോഷി റീമാൻ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഏതൊക്കെയാണത്? ux is equal to vy യും uy is equal to minus vx. ആദ്യത്തെ കോഷി റീമാൻ ഇക്വേഷൻ എടുത്തു. ആദ്യത്തെ കോഷി റീമാൻ ഇക്വേഷൻ ഏതാണ്? vy is equal to ux നമ്മുടെ കയ്യിലുണ്ട്. ux സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം vy നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ v കിട്ടി. പക്ഷെ v കിട്ടിയത് ഇൻ ടേംസ് ഓഫ് an arbitrary function phi of x ന്റെ ഇതിലാണ് കിട്ടിയിരിക്കുന്നത്. ആ പൈ ഓഫ് എക്സ് കിട്ടാനായിട്ട് ആ v നെ നമ്മൾ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് vx കണ്ടുപിടിച്ചു. അപ്പൊ vx നമ്മുടെ കയ്യിലായി. ഇനി uy നമ്മുടെ കയ്യിലുണ്ട്. രണ്ടാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ എടുക്കുന്നു. രണ്ടാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ അതാണ് uy is equal to minus vx എന്നാണ് രണ്ടാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ. അതിലേക്ക് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോ vx is equal to uy യിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ vx നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച v നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് vx കിട്ടും. ആ vx ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ പൈ ഡാഷ് എക്സിന്റെ വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടും. പൈ ഡാഷ് എക്സിന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? 0. കണ്ടോ? uy is equal to minus vx. രണ്ടാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നു. uy is equal to minus vx എന്ന് രണ്ടാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നു.
ആ യു ഐസിൽ മൈനസ് വി എക്സില് വി എക്സ് നമ്മുടെ കയ്യിലുണ്ട്. വിനെ നമ്മള് എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി എക്സ് നമുക്ക് കിട്ടി. ആ വി എക്സ് മൈനസ് സൈൻ എക്സ് സൈൻ എച്ച് വൈ പ്ലസ് ഫൈവ് ഡാഷ് എക്സ് ആണ്. അവിടെ നമ്മൾ ഈ വി എക്സിന് പകരം മൈനസ് സൈൻ എക്സ് സൈൻ എച്ച് വൈ പ്ലസ് ഫൈവ് ഡാഷ് എക്സ് കൊടുക്കുന്നു. യു വൈ നമ്മുടെ കയ്യിലുണ്ട്, സൈൻ എക്സ് സൈൻ എച്ച് വൈ ആണ്. അപ്പൊ കോമൺ ആയിട്ടുള്ള സൈൻ എക്സ് സൈൻ എച്ച് വൈ കട്ടായി പോകും. അപ്പൊ ഫൈവ് ഡാഷ് എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അതിനെ നമ്മൾ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാണ്. വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പൈ ഓഫ് എക്സ് എന്ത് കിട്ടും? സി എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ഇമേജിനറി പാർട്ട് വി എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് എക്സ് സൈൻ എച്ച് വൈ പ്ലസ് സി കിട്ടും. വി ഈസ് ഈക്വൽ ടു കോസ് എക്സ് സൈൻ എച്ച് വൈ പ്ലസ് സി കിട്ടും. അപ്പൊ യു കിട്ടി, വി കിട്ടി കഴിഞ്ഞാൽ കോംപ്ലക്സ് ഫംഗ്ഷൻ എഴുതാം. എഫ് ഓഫ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി. യു നമുക്ക് അറിയാം സൈൻ എക്സ് കോസ് എച്ച് വൈ ആണ്, വി എന്താണ്? കോസ് എക്സ് സൈൻ എച്ച് വൈ ആണ്. ഇനി അതിനെ നമ്മൾ ഇസഡ് ഫോമിലോട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കോസ് എച്ച് വൈക്ക് പകരം കോസ് ഐ വൈ എഴുതാം. കോസ് എച്ച് വൈ ഈക്വൽ ടു കോസ് ഐ വൈ. അതുപോലെ ഐ സൈൻ എച്ച് വൈക്ക് പകരം എന്ത് എഴുതാം? ഐ സൈൻ എച്ച് വൈ എന്ന് പറഞ്ഞാൽ സൈൻ ഐ വൈ ആണ്. ആ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കണം. അങ്ങനെ ഐ വൈയുടെ ഫോമിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. എന്താണ് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി? സൈൻ എ പ്ലസ് ബി. സൈൻ എ പ്ലസ് ബി എന്നുള്ള സൈൻ എക്സ് പ്ലസ് ഐ വൈ പ്ലസ് ഐ സി. എക്സ് പ്ലസ് ഐ വൈ എന്താണ്? ഇസഡ് ആണ്. അപ്പൊ സൈൻ ഇസഡ് പ്ലസ് ഐ സി. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് എന്ത് കണ്ടുപിടിച്ചു? അനാലിറ്റിക് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ കണ്ടുപിടിച്ച അനാലിറ്റിക് ഫംഗ്ഷൻ എന്താണ്? സൈൻ ഇസഡ് പ്ലസ് ഐ സി. ഇത് ഡിസംബർ 2020 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചതാണ് കേട്ടോ. എല്ലാവരും നോക്കി.